ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് മലൈക്കോട്ടൈ വാലിബൻ, മൈ തോട്ട്സ്. മലൈക്കോട്ടൈ വാലിബനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ്, എൻ്റെ ചിന്തകൾ, അതാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. കേരളം കാത്തിരുന്ന സിനിമ മലൈക്കോട്ടൈ വാലിബൻ തിയേറ്ററുകളിലെത്തി. ആദ്യ ദിനം തന്നെ പടം കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. അപ്പോൾ സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. മലൈക്കോട്ടൈ വാലിബൻ, മോഹൻലാൽ, ലാലേട്ടൻ. നേരിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയ ലാലേട്ടൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രം മലൈക്കോട്ടൈ വാലിബൻ. വളരെ ഹൈപ്പായിരുന്നു ചിത്രത്തിന്. പ്രത്യേകിച്ച് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയിൽ ലാലേട്ടൻ എങ്ങനെ കഥാപാത്രം, അല്ലെങ്കിൽ എങ്ങനെ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിലെ കഥാപാത്രം എന്നുള്ള ആരാധകർക്കൊരു ആകാംക്ഷയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോള്, അതായത് എല്ലാ സിനിമയിലും അദ്ദേഹത്തിൻ്റെ റോൾ അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യും. ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫെക്ഷന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മെയ്വഴക്കം, അതെല്ലാം വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതായിട്ട് തോന്നി ലാലേട്ടൻ. അടുത്ത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം അറിയാമല്ലോ, ആ ഒരു പാറ്റേണിലായിരിക്കും. അപ്പോൾ മോഹൻലാൽ എന്നൊരു താരത്തെ തൻ്റെ വരുതിയിൽ നിർത്തുവാനായിട്ട് സംവിധായകൻ ശ്രമിച്ചു എന്നാണ് തോന്നിയത്. ടെക്നിക്കൽ വൈസ് എല്ലാം വളരെ മനോഹരമായിരുന്നു. പിന്നെ ക്യാമറാമാൻ മധു നീലകണ്ഠൻ, അദ്ദേഹത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം സിനിമാറ്റോഗ്രാഫി വളരെയധികം നമ്മളെ ആകർഷിച്ചു. ഓരോ ഫ്രെയിമും ഓരോ സീനും വളരെയധികം നമ്മളെ ആകർഷിച്ചു. സിനിമാറ്റോഗ്രാഫി അപ്പോൾ ഓവർ ഹൈപ്പായിരുന്നല്ലോ ചിത്രത്തിന്, ഓവർ ഹൈപ്പായിരുന്നു. ആ ഹൈപ്പിനൊത്ത് ചിത്രം ഉയർന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ മറ്റ് അഭിനേതാക്കളായ സോണാലി കുൽക്കർണി, ഹരീഷ്, എടുത്തു പറയേണ്ടത് ഹാരിഷിൻ്റെ പെർഫോമൻസ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിന് മുമ്പുള്ള സീനൊക്കെ ഹാരിഷിൻ്റെ ആ ഒരു പെർഫോമൻസൊക്കെ വളരെയധികം ആകർഷിച്ചു. നല്ലൊരു അഭിനയം അദ്ദേഹം കാഴ്ചവെച്ചെന്ന് പറയാം. പിന്നെ മറ്റൊരു പെൺകുട്ടി കഥാനന്ദി, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, അതും നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ ആ ഒരു അനിയൻ ക്യാരക്ടർ, അതിൻ്റെ പേര് എനിക്കറിയില്ല, അത് നല്ല ആ ഒരു ആക്ടിങ് ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ പിന്നെ രാജീവ് പിള്ള ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക ക്യാരക്ടറുകളും അവരവരുടെ ജോലികൾ ഭംഗിയായി നിർവഹിച്ചു എന്ന് പറയാം. പൊതുവേ ലേഡീസ് ക്യാരക്ടർ സിനിമയിൽ വളരെയധികം ലേഡീസ് ക്യാരക്ടറുകൾ കുറവാണ്. പേരിലുണ്ടാവുന്ന ലേഡീസ് ക്യാരക്ടറുകളെ സിനിമയിലുള്ളൂ. അപ്പോൾ അതങ്ങനെ. പിന്നെ മ്യൂസിക് എന്ന് പറയുന്ന പ്രശാന്ത് പിള്ളൈ, അദ്ദേഹം മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പടം ഫസ്റ്റ് ഹാഫ് ഓക്കെ, ഒരു ചിത്രകഥാ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു നമ്മൾ ചെറുപ്പത്തിൽ ഈ ബാലരമ്മ, മുത്തശ്ശി, പിന്നെന്താണ് അങ്ങനത്തെ കുറേ ഇതൊക്കെ വായിക്കുമല്ലോ, മാസികകളോ, അതൊക്കെ വായിക്കുമ്പോൾ അതിൽ കുറേ ചിത്രകഥകൾ നമുക്കിങ്ങനെ ഓർമ്മ വരും. പിന്നെ പ്രത്യേകിച്ച് അലാഹുദ്ദീനും അത്ഭുതവിളക്കും ആ ഒരു രീതിയിലുള്ള കഥാപശ്ചാത്തലമാണിത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൈൻഡിനെ അങ്ങനെ പാകപ്പെടുത്തി, ഓക്കെ ചിത്രകഥയാണ്, അങ്ങനെ ഇരുന്ന് കാണണം. പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മൂവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവിയിൽ ലാലേട്ടൻ അഭിനയിക്കുകയാണ്. ലാലേട്ടൻ മൂവിയല്ല, ലിജോ ജോസ് പല്ലിശ്ശേരി LJP മൂവിയാണ്. ആ ഒരു രീതിയിലേക്ക് മൈൻഡിനെ പാകപ്പെടുത്തി. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഓക്കെ എന്ന് പറയാം. പക്ഷേ സെക്കൻഡ് ഹാഫ് വളരെ ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് ലാഗാണെങ്കിലും സെക്കൻഡ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ പ്രത്യേകിച്ച് ഫൈറ്റ് സീൻസൊക്കെ ഫസ്റ്റ് ഹാഫിലെ നല്ലതായിരുന്നു. ആ ഒരു ഫൈറ്റ് സീൻസൊക്കെ വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് വളരെയധികം ലാഗായിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടൊരു സ്റ്റോറി ഇല്ല എന്നാണ്. കാരണം ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കഥ രൂപപ്പെടുന്നു എന്നല്ലാതെ പ്രോപ്പറായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കഥയില്ല എന്നതാണ് സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഒരു സ്റ്റോറിയുടെ അപര്യാപ്തത. അതോടൊപ്പം ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ആ ഒരു മാസ് മാജിക്ക്, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ച് വന്നവരെ നിരാശപ്പെടുത്തും. പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസൊക്കെ ഈ സിനിമ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് അറിയില്ല. ഒരു സാധാരണക്കാരനെ, അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അവർ ടിക്കറ്റ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മോഹൻലാൽ സിനിമ കാണണം, നല്ലൊരു സിനിമയായിരിക്കണം, 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യണം, ആ രീതിയിലായിരിക്കും. പക്ഷേ ഇതകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളങ്ങ് ലാഗാണ്. സെക്കൻഡ് ഹാഫൊക്കെ ഉറങ്ങാതെ പോയത് തന്നെ മഹാഭാഗ്യമെന്ന് പറയാം. അപ്പോൾ മ്യൂസിക് പ്രശാന്ത് പിള്ളയുടെ BGM ഒക്കെ എന്തോ നമ്മളിങ്ങനെ ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ താരാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊന്നും നമുക്ക് വലിയധികം ഫീൽ ചെയ്തില്ല എന്ന് പറയാം. പിന്നെ ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ഇൻട്രോ തിയേറ്റർ കുലുങ്ങുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തോ ഒന്നും കുലുങ്ങിയില്ല, നോർമൽ ഇൻട്രോ ആയിരുന്നു. എന്തോ
എന്തോ എന്നറിയില്ല. അങ്ങനെ പടം പെരുപ്പിച്ച് അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ഓവർ ഹൈപ്പ് കൊടുത്ത് നശിപ്പിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. പിന്നെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയോട് ഇത്തരം കഥകൾ ചെയ്യുമ്പോൾ സാധാരണ ഒരു ചെറിയ താരത്തെയോ പുതുമുഖ താരങ്ങളെയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഇത്ര വലിയ സൂപ്പർ സ്റ്റാർ, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകളിലൊരാളാണ് അദ്ദേഹത്തെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ കുറേ ഘടകങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ഫാൻസുണ്ട്, അദ്ദേഹത്തിൻ്റെതായ മാർക്കറ്റുണ്ട്, അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷനുണ്ട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുണ്ട്. ഇതൊക്കെ കണക്കിൽ വെച്ച് വേണം സിനിമ എടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് പാൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാരണം ബാഹുബലിയാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പോൾ ബാഹുബലിയിൽ തുടങ്ങി വെച്ച് സെക്കൻഡ് പാർട്ട് ബാഹുബലി, KGF അങ്ങനെ പോകുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഒട്ടുമിക്ക വലിയ താരങ്ങളുടെ ചിത്രങ്ങളിലും സെക്കൻഡ് പാർട്ട് ആവശ്യമില്ലാതെ കുത്തിക്കയറ്റുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ട് ലീഡ് തരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടേ ഇങ്ങനെ, അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും അവസ്ഥ? ആകെപ്പാടെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു സിനിമ സമ്മാനിച്ചത്. എന്തോ ഒരു സിനിമയാണോ നാടകമാണോ എന്ന രീതിയിൽ തോന്നിപ്പോയി. നാടകമാണോ എന്ന രീതിയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമ കാണാനിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് നാടകമാണോ അതോ മൂവിയാണോ എന്ന് വരെ നമുക്ക് തോന്നുന്നു. ഒരു ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോകേണ്ട ഒരു സിനിമയാണ് എന്ന് തോന്നി. ആ ഒരു മൂഡായിരുന്നു സിനിമയ്ക്ക്. ഒരു ഫിലിം ഫെസ്റ്റിവൽ ആ രീതിയിലൊക്കെ പോകേണ്ടത് ഒരു സിനിമ. വാണിജ്യപരമായി ഇതെങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നറിയില്ല, ബിസിനസ് വൈസ്. പിന്നെ ഒരു എക്സ്പെരിമെൻ്റലാണ്, ഒരു പരീക്ഷണ ചിത്രമാണ്, അതൊക്കെ ഓക്കെ. പക്ഷേ എന്തോ നമ്മളെ അത് വളരെയധികം തൃപ്തിപ്പെടുത്തിയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരു ഭാഗത്ത് മമ്മൂക്കയും സുരേഷ് ഏട്ടനും ജയറാമേട്ടനൊക്കെ തകർക്കുകയാണ്. പക്ഷേ ഇവിടെ നേരിലൂടെ അദ്ദേഹം ശക്തമായി തിരിച്ചു വന്നെങ്കിലും വീണ്ടും ബായ്ക്കടിച്ചു. ഇനിയും വീണ്ടും ഒന്നുകൂടി തിരിച്ചു വരണമല്ലോ എന്നോർക്കുമ്പോൾ ഒരു ഭാഗത്ത് മമ്മൂക്ക നല്ല നല്ല സിനിമകൾ ചെയ്തു, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തു നമ്മളെ വിസ്മയിപ്പിക്കുമ്പോൾ ഇവിടെ ലാലേട്ടൻ വീണ്ടും തിരിച്ചു വരേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.